ഈ ജോർജ് സോറസിനും മറ്റും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വല്ലാത്ത വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു സംഭവമില്ലേ, അത് ഒന്ന് പറയാമോ? അതായത് നമ്മുടെ അമേരിക്കയിലെ ഒരു ഇസ്രായേൽ എംബസി ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നിൽ വെച്ചിട്ട് രണ്ട് ഇസ്രായേലി എംബസിയിലെ ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നു. ഒരാൾ വെടിവെച്ച് കൊല്ലുമ്പോൾ ഇയാൾ വിളിച്ച മുദ്രാവാക്യം ഫ്രീ പാലസ്തീൻ എന്നുള്ളതാണ്. അതായത് പാലസ്തീൻ ഐക്യരാഷ്ട്രം പ്രഖ്യാപിച്ചുകൊണ്ട് ജൂതരെ കൊല്ലുക എന്നുള്ളതാണ് അവിടെ നടന്നത്. അതായത് ഒരു മിനി പഹൽഗാമാണ് അമേരിക്കയിൽ നടന്നത്. അതിലൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ദമ്പതികൾ കൊല്ലപ്പെട്ട പടം നമ്മൾ വലിയ രീതിയിൽ കണ്ടിരുന്നതാണ്. അതുപോലെ അവിടെ ഇവർ ദമ്പതികളാകാനിരുന്നവരാണ്. ആ പയ്യൻ്റെ കയ്യിൽ ഈ പെൺകുട്ടിയെ അണിയിക്കാനുള്ള വിവാഹമോതിരം വരെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, എംബസിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും വെടിവെച്ച് കൊന്നത്. അപ്പോൾ അത്തരത്തിലൊരു വലിയ ആക്രമണം നടത്തിയിട്ട് അതിനെ അപലപിച്ചുകൊണ്ട് അലക്സ് സോറോസ്, അതായത് ജോർജ് സോറോസിൻ്റെ മകൻ രംഗത്ത് വന്നു. ഇയാൾ വന്നപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് സെമിറ്റിക് മതത്തിന് നേരെ നടന്ന തീവ്രമായ ഒരു ആക്രമണമാണ്, ഇതിനെ അതിരൂക്ഷമായി അപലപിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനടിയിൽ ആൾക്കാർ കമൻ്റ് ഇട്ടു, നിങ്ങൾ സോറോസ് കുടുംബം നടത്തിയ അതിൻ്റെ ഫലമാണ്, നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ പറയുന്ന കൊലപാതകത്തിൻ്റെ എത്തിച്ചത്, അതിൻ്റെ കാരണം ഇതാണ് എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം നിങ്ങളുടെ കയ്യിലും രക്തമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും വന്ന വിമർശനം. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജോർജ് സോറോസോ അയാളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറയും. ഈ സംഘടനയും കൂടെ ചേർന്നിട്ട് ലോകത്ത് മൊത്തം വിഘടനവാദവും തീവ്രവാദവും ഓരോ രാജ്യങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇയാൾ ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ആളാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഭീകരവാദ ഗ്രൂപ്പുകൾ ഉടലെടുക്കുകയുള്ളൂ. അങ്ങനെ ഉടലെടുത്താൽ മാത്രമേ അമേരിക്കയ്ക്ക് ആയുധ കച്ചവടം നടത്താൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു ദുഷ്ട മനസ്ഥിതി മാത്രമുള്ള ഒരു ഭീകരനാണ് ഈ പറയുന്ന ജോർജ് സോറോസ്, ഡീപ് സ്റ്റേറ്റിന്റെ ആള്. ഈ ജോർജ് സോറോസ് പക്ഷെ ശരിക്കും ആരായിരുന്നു എന്നുള്ളതും കൂടെ അറിഞ്ഞാലേ നമുക്ക് ഈ പറയുന്ന പ്രശ്നം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇയാൾ 1930 ഹംഗറിയിൽ ജനിക്കുന്നത്. ഇയാളുടെ കുടുംബം ജർമ്മനിയിൽ നിന്ന് ഹംഗറിയിലേക്ക് കുടിയേറിയതാണ്. അവിടെ ഈ പറയുന്ന നാസി വേട്ടയാടലുകളുടെ ഭാഗമായിട്ട് ഇയാളുടെ ജൂത കുടുംബമായതുകൊണ്ട് ഇയാൾ കുടിയേറിയതാണ്. പക്ഷേ ഇയാളൊരു ജൂതമത വിശ്വാസിയോ ജൂതമതം പ്രാക്ടീസ് ചെയ്യുന്ന ആളോ അല്ല. ഇയാളുടെ കുടുംബം അങ്ങനത്തെ പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻറ്റുകളൊന്നും അയാളുടെ സമുദായത്തോട് പുലർത്തുന്ന ആളുമല്ല. അങ്ങനെ ഇവർ ഹംഗറിയിൽ കുടിയേറി കഴിഞ്ഞപ്പോഴത്തേക്കും ഹംഗറി കമ്മ്യൂണിസ്റ്റുകൾ പിടിച്ചടക്കിയതോടെ ഇയാൾ അവിടുന്ന് പലായനം ചെയ്ത് ഇയാളുടെ കുടുംബം ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ അവിടെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിച്ച് അവിടുന്ന് ബിരുദം നേടിയതിനു ശേഷം പുറത്തിറങ്ങിയ ആള് ആദ്യത്തെ പണി ലണ്ടന് തന്നെ കൊടുക്കുകയായിരുന്നു. 1992 UK ബ്ലാക്ക് വെനസ്ഡേ എന്ന പ്രതിസന്ധി ഉണ്ടായി. അത് $10 ബില്യൺ വിലമതിക്കുന്ന ബ്രിട്ടീഷ് കറൻസി സ്റ്റെർലിംഗ് നടത്തി അധാർമികമായി വിൽപ്പന നടത്തുകയായിരുന്നു ഇയാൾ. ഇതോടെ യൂറോപ്പിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് ഈ പറയുന്ന പൗണ്ടിനെ പിൻവലിക്കേണ്ടി വന്നു. ഈ പിൻവലിക്കൽ കൊണ്ട് ലണ്ടന്റെ സാമ്പത്തിക അവസ്ഥ വലിയ ദയനീയാവസ്ഥയിലേക്ക് പോയി. അപ്പോൾ അവിടെ ലണ്ടൻ ബാങ്ക് ഓഫ് ലണ്ടൻ എന്ന് പറയുന്ന സ്ഥാപനം തകർന്നു. അങ്ങനെ ഇയാൾ ദ മാൻ ഹൂ ബ്രോക്ക് ദ ബാങ്ക് ഓഫ് ലണ്ടൻ എന്ന് പറയുന്ന പേരിലാണ് കുപ്രസിദ്ധനായത്. അങ്ങനെ ഇയാൾ ആദ്യത്തെ സാമ്പത്തിക കുറ്റകൃത്യം ചെയ്തു. അതിന് പിന്നാലെ 1996 ഫിൻലാൻഡിന് മേൽ നടന്ന സാമ്പത്തിക ആക്രമണത്തിന് പിന്നിൽ സോറോസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 97 തായ്ലാൻഡിലെ ബാറ്റ് എന്ന് പറയുന്ന കറൻസിയെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി ഇയാളായിരുന്നു. മലേഷ്യൻ റിങ്കിറ്റിൻ്റെ ഇടിവിന് പിന്നിൽ സോറോസ് ആണെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ ബിൻ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ ഈ പറയുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ മുഴുവൻ ചെയ്ത് സമ്പദ് വ്യവസ്ഥയുടെ ഊടുവഴികളിലൂടെ കടന്നു ചെന്ന് ഈ ലൂപ്പ് ഹോളുകളെല്ലാം തുരന്ന് വലുതാക്കുന്ന ഒരു പെരിച്ചായി സാമ്പത്തിക ക്രിമിനലാണ്. അത് സാമ്പത്തിക കുറ്റവാളിയാണ് ഇയാൾ. അപ്പൊ ഇയാളുടെ ഇങ്ങനെ പണം കുന്നുകൂട്ടി ഇയാൾ ഈ സാമ്പത്തിക അതിക്രമങ്ങൾ മുഴുവൻ ചെയ്ത് കുന്നുകൂട്ടിയ പണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ നിന്നപ്പോഴാണ് ഇയാൾ അമേരിക്കയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഡീപ് സ്റ്റേറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉപദ്രവകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി. നമ്മുടെ ഇന്ത്യയിൽ മുമ്പ് ഈ ഗ്രീൻ പീസ് എന്നൊക്കെ പറഞ്ഞ ചില സംഘടനകൾ ഉണ്ടായിരുന്നു. വലിയ അതിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സംഘടനയാണ് ഈ പറയുന്ന പരിസ്ഥിതിയുടെ പേരിലൊക്കെ. അതിനെ അവസാനം നിരോധിക്കുക. അതെ, പീസ് മാത്രമേ ഉള്ളൂ. പീസ് ആക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതാണ്. ഇയാൾ സോവിയറ്റ് റിപ്പബ്ലിക്കുകളാണ് പിന്നെ ലക്ഷ്യം വെച്ചത്. സോവിയറ്റ് റിപ്പബ്ലിക്കുകളെ ലക്ഷ്യം വെച്ചിട്ട് അവിടുന്ന് സ്വതന്ത്രമായ രാജ്യങ്ങൾക്കൊക്കെ അസ്ഥിരത ഉണ്ടാക്കുക, കലാപങ്ങൾ ഉണ്ടാക്കുക. 10-20 വർഷം പിന്നെ ഒരു ദശാബ്ദങ്ങളെടുക്കും ഈ പറയുന്ന രാജ്യങ്ങൾ തിരിച്ച് സമാധാനത്തിൻ്റെ പാതയിൽ വന്ന് സമ്പദ് വ്യവസ്ഥയൊക്കെ സുരക്ഷിതമാകാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആക്രമണം, ഒരു സാമ്പത്തിക ആക്രമണവും അരക്ഷിതാവസ്ഥയൊക്കെ നടത്തുന്ന ആളാണ് ഈ പറയുന്ന ജോർജ് സോറോസ്. ഇയാൾ ഇന്ത്യയിലും പ്രവർത്തനങ്ങൾക്കായി എത്തി. NGO പ്രവർത്തനങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും
ചെയ്ത് ഇത് കാലങ്ങളായിട്ട് ഇയാൾ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന കോൺഗ്രസ് സർക്കാരുകൾ, UPA സർക്കാരുകളൊന്നും ഇത് ഒന്നും എടുക്കില്ല. അവർക്ക് എന്ത് സംഭവിച്ചാലും ഇന്ത്യ നശിച്ചാലും അവർക്ക് ഒരു പ്രശ്നമില്ലല്ലോ. അങ്ങനെ വന്നപ്പോഴാണ് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതോടുകൂടി ഇയാളുടെ സംഘടന പിടിവീണു. അതിന് വാച്ച് ലിസ്റ്റിൽ പെടുത്തി. വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കാൻ തുടങ്ങി. അതിന് ഈ നിരീക്ഷണം പിന്നീട് ബ്ലാക്ക് ലിസ്റ്റ് ആവും. വാച്ച് ലിസ്റ്റിൽ നിന്ന് ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പോകും. അതുകൊണ്ട് ഇയാള് ഭ്രാന്ത് പിടിച്ചു ഇയാൾക്ക്. അങ്ങനെ ഇയാൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു. ഇന്ത്യക്കെതിരെ തിരിഞ്ഞിട്ട് ആദ്യം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഹിംഗ്യൻ അഭയാർത്ഥികളില്ലേ ഇന്ത്യയിൽ, ഈ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോയി. അപ്പോൾ സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് ഇവിടെ പ്രത്യേകതയൊന്നുമില്ല. അഭയാർത്ഥികളായിട്ട് നിന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സ്ഥലം കിട്ടി അവർ തിരിച്ചു പൊക്കണം, അല്ലാതെ ഇവിടെ പൗരത്വം ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇവിടുത്തെ ജനങ്ങൾ തന്നെ ചേരി കഴിയുന്ന ജനങ്ങളുണ്ട്. 140 കോടി ജനങ്ങളുള്ള രാജ്യത്ത് ബോംബെയിലും മറ്റു നഗരങ്ങളിലും ഒക്കെ പോയി നോക്കിയാൽ ചേരിയിൽ അവർക്ക് നല്ല ജീവിതം കൊടുക്കാൻ പറ്റില്ല. പിന്നെയാണ് അഭയാർത്ഥികൾക്ക്. ആദ്യം പ്രഥമ പരിഗണന ഇവിടുത്തെ പൗരന്മാർക്കാണ്. അത് കഴിഞ്ഞിട്ടുള്ളതേ കിട്ടൂ. നല്ല തീരുമാനം. ഈ പറയുന്ന അതെ, ചേരികളിൽ കഴിയുന്നവരുടെ താഴെയുള്ള ജീവിതമേ റോഹിംഗ്യ മുസ്ലിങ്ങൾക്കും കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതെ, സ്വാഭാവികമായിട്ടുള്ള. പിന്നെ ഇയാൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫേൽ ഇടപാടിന് എതിരെ ഇയാളുടെ NGO കോടതിയെ സമീപിച്ചായിരുന്നു. നമ്മുടെ രാജ്യ താല്പര്യത്തിനെതിരെ വിദേശ ബന്ധമുള്ള ഒരു NGO കോടതിയെ സമീപിക്കുകയാണ്. അതോടുകൂടി ജോർജ് സോറോസിന്റെ ഈ കമ്പനിക്കും കടയ്ക്കും ഒക്കെ ഇന്ത്യ നല്ല പൂട്ടിട്ടു. 2019 സെപ്റ്റംബർ 22 മോദി ഹൂസ്റ്റണിൽ പോയി, അമേരിക്കയിലെ ഹൂസ്റ്റണിൽ പോയിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അഭിസംബോധന ചെയ്യുമ്പോൾ ഇയാളെ പിറ്റേ ദിവസം വണ്ടി കയറി പാകിസ്ഥാനിലെത്തി ഇമ്രാൻഖാനോട് മീറ്റിംഗ് നടത്തിയിട്ട് പറയുക, കാശ്മീരിലെ ഭീകരവാദം നടത്താനായിട്ട് എത്ര പണം വേണമെങ്കിലും തരാം, നിങ്ങൾ കാശ്മീരിനെ നശിപ്പിച്ച് കയ്യിൽ തരണമെന്ന്. ഇന്ത്യയിലെ പോപ്പുലർ ഫ്രണ്ട്, സിമി അടക്കമുള്ള സകല തീവ്രവാദ സംഘടനകൾക്ക് ഇയാൾ ഫണ്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പലർക്കും, അതായത് ഈ കപിൽ സിബലിനെതിരെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഒരുപാട് പേർക്ക് ഈ സോറോസുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളും ആരോപണങ്ങളും എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഹിന്ദു സംഘടനകളെ തകർക്കുക എന്നുള്ളതാണ്. ഇയാൾ 2020 ജനുവരിയിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ നടന്ന പ്രസംഗത്തിൽ ഇയാൾ പറഞ്ഞത് എന്താണെന്നറിയാവോ? ഇന്ത്യയിലെ ദേശീയവാദികളെയും ദേശീയതയെയും ഞാൻ ഇല്ലായ്മ ചെയ്യും, അതിനു വേണ്ടിയിട്ട് $1 ബില്യൺ നീക്കി വയ്ക്കുമെന്നാണ് അയാൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. അത്രയ്ക്കൊരു കൃമി മനസ്സുള്ള ആളാണ് ഇയാൾ. സ്മൃതി ഇറാനി ഇയാളെ വിശേഷിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക സാമ്പത്തിക യുദ്ധ കുറ്റവാളി എന്നാണ് ഇയാളെ വിശേഷിപ്പിച്ചത്. ഇല്ല, ഇയാൾ ഇന്ത്യയിൽ വരില്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാലല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇയാളെ ലോകരാജ്യങ്ങൾ പലരും പേടിച്ചാണ് കാണുന്നത്. അമേരിക്കൻ ഇതല്ലേ? അതെ, അമേരിക്കൻ പിന്തുണയും കൂടെ ഉണ്ട്. അപ്പൊ ഇയാളെ ലോകരാജ്യങ്ങൾ പലരും പേടിച്ചാണ് കാണുന്നത്. പക്ഷേ ഇന്ത്യക്കൊരു പേടിയില്ല. ഇന്ത്യ കൃത്യമായിട്ടുള്ള മറുപടി ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള സാമ്പത്തിക മേഖലയിലെ ചോര കുടിച്ച് വളരുന്ന അട്ടയാണ് ഇയാൾ. ഇയാളുടെ കൃമിജീവിയാണ് ഈ പറയുന്ന ജോർജ് സോറോസ് എന്ന് പറയുന്നത്. അയാളുടെ വിജയത്തിന് വേണ്ടി എന്തും ചെയ്യും, മനുഷ്യക്കുരുതി നടത്തും. ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അതിക്രമങ്ങളിൽ ഈ പറയുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും ഈ ജോർജ് സോറോസിന്റെ സംഘടനയും ചെയ്യുന്നത് ക്രൂരമായ പങ്കാണ്. ഈ തീവ്രവാദ സംഘടനകളെ മുഴുവൻ വളർത്തും. മനുഷ്യരെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ഈ മുട്ടനാടിനെ തമ്മിൽ ചോര കുടിക്കുന്ന കുറുക്കനില്ലേ, അതുപോലെ. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇയാളൊരു യക്ഷിയാണ്. ഈ പറയുന്ന എങ്ങനെ പറയാനായിട്ടൊരു രക്തം കുടിക്കുന്ന യക്ഷി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലത്തെ ഒരു ജീവിയാണ്. അയാളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം, ഒരു വികൃതമായിട്ടുള്ള വൈകൃതം ബാധിച്ച മുഖത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ മകനാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഇയാളെ നമ്മൾ ഗൂഗിളിൽ തിരഞ്ഞാൽ കാണുന്നത് ഈ ജോർജ് സോറോസിന്റെ പേരടിച്ചു കൊടുത്താൽ കാണുന്ന ഫിലാന്ത്രോഫിസ്റ്റ് എന്നാണ്. ഫിലാന്ത്രോഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹി എന്നാണ് അർത്ഥം. ഒരിക്കലുമല്ല ഇയാൾ. മനുഷ്യസ്നേഹിയായിരുന്നത് മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു, രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ടായിരുന്നു, സ്വാമി വിവേകാനന്ദൻ ഉണ്ടായിരുന്നു, രമണ മഹർഷി ഉണ്ടായിരുന്നു, ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നു, മഹാത്മാ അയ്യങ്കാളി ഉണ്ടായിരുന്നു, ചട്ടമ്പി സ്വാമികൾ ഉണ്ടായിരുന്നു, ഈ പറയുന്ന മഹാന്മാരായ ദയാനന്ദ സരസ്വതി ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ വലിയ ആൾക്കാരാണ് ഈ പറയുന്ന മനുഷ്യസ്നേഹി എന്ന് പറയുന്നത്. മനുഷ്യന്റെ കണ്ണീരൊപ്പുന്നത്, തന്നേക്കാൾ ദീനനായ മനുഷ്യന്റെ കണ്ണീരൊപ്പുന്നവനാണ് ഫിലാന്ത്രോഫിസ്റ്റ്. അപ്പൊ ഇവിടെ ജോർജ് സോറോസിനെ പോലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അവരുടെ ചോര ഊറ്റി കുടിച്ച് ആ ചോരയിൽ നിന്ന് മണിമാളിക ഉണ്ടാക്കി ജീവിക്കുന്നവനായിട്ടുള്ള ജോർജ് സോറോസിനെ ഒരിക്കലും മനുഷ്യസ്നേഹി എന്ന് കരുതാൻ കഴിയില്ല. ഈ പറയുന്ന ഇസ്രായേലിലെ ആക്രമണത്തെ അപലപിക്കുന്ന ഇയാൾ ഒരിക്കലും ഇസ്രായേലിന്റെ മകനും തീവ്രവാദത്തിന് മൊത്തം ഫണ്ട് ചെയ്ത്, ഈ പറഞ്ഞ ഹമാസിന് മൊത്തം ഫണ്ട് ചെയ്യുന്ന ഇയാളാണ്. അത്രയും ഭീകരനാണ്. ലോകത്തിലെ യുദ്ധക്കുറ്റവാളി. ഈ പറയുന്ന സാമ്പത്തിക അവസ്ഥകളെല്ലാം ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കുന്നല്ലോ. അത് ആ രീതിയിലാണ് ഇയാളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്.
ലോകത്തിലെ തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ ആയുധം എത്തിക്കുക എന്നുള്ളത്, തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുക, അതെ, ആയുധം എത്തിച്ചിട്ട് അവിടുന്ന് പൈസ വാങ്ങിക്കുക എന്നുള്ളതാണ്. ആയുധ കച്ചവടമാണ് അയാളുടെ മറ്റൊരു ഡീപ് സ്റ്റേറ്റ്. അതെ, ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഏറ്റവും വലിയൊരു ക്രിമിനലാണ് ജോർജ് സോറോസ് എന്ന് പറയുന്നത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിമിനൽ, ഭീകരവാദി, സാമ്പത്തിക കുറ്റവാളി, ഇങ്ങനെയുള്ള ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള, മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളാണ് ഈ ജോർജ് സോറോസ് എന്ന് പറയുന്ന കൃമിജന്മം.